ഹലോ ഫ്രണ്ട്സ്, വീണ്ടും മലാപ്പറമ്പിലെ കാഴ്ചകളുമായി എത്തിയിരിക്കുകയാണ്. മലാപ്പറമ്പ് ഓവർപാസ് തുറന്നു കൊടുത്തതിന് ശേഷമുള്ള പുതിയ ഗതാഗത ക്രമീകരണമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മലാപ്പറമ്പ് ഭാഗത്തെ കാഴ്ചകൾക്കൊപ്പം മാമ്പയ ഭാഗത്തെ ടോൾ പാസ് വരുന്ന ഭാഗത്തെ വർക്കും പിന്നെ നമ്മുടെ അറപ്പയ ഭാഗത്തെ പുതിയ മാറ്റങ്ങളുമൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക, കൂടെ ലൈക്കും നൽകുക. മലാപ്പറമ്പിലെ പുതിയ ഗതാഗത ക്രമീകരണം ഓവർപാസിൻ്റെ പടിഞ്ഞാറ് സൈഡിലെ സർവീസ് റോഡ് രണ്ടാക്കിയതിന് ശേഷം ഹൈവേയിലൂടെയുള്ള വാഹനങ്ങൾ കടത്തി വിടുന്നത്. ഇപ്പോൾ നേരത്തെ കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡൊക്കെ പൂർണ്ണമായും അടച്ചു, അവിടെയൊക്കെ മണ്ണെടുത്ത് തുടങ്ങി. നേരത്തെ താൽക്കാലികമായി സർവീസ് റോഡ് അപ്പുറത്ത് സെറ്റാക്കിയിരുന്നു. ദേശീയപാതയിൽ മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകൾ തകൃതിയായി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. കോൺക്രീറ്റ് വാൾ കെട്ടി കഴിഞ്ഞതിന് ശേഷം പുതിയ സർവീസ് റോഡ് അപ്പുറത്ത് പണിയും. അതിനുശേഷം ഇപ്പോൾ ഈ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സൈഡിലെ വർക്കുകളും നടക്കും. ഗതാഗത തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഇവിടുത്തെ വർക്കുകൾ ഇതുവരെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടങ്ങളിൽ മണ്ണെടുത്ത് മാറ്റുന്ന വർക്കിനൊപ്പം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വർക്കും നടക്കേണ്ടതുണ്ട്. മലാപ്പറമ്പിൽ നിന്ന് മാമ്പയ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ ടോൾ പാസിയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഈ ഭാഗത്ത് സൈഡ് വാളിന് വേണ്ടിയുള്ള പൈലിംഗ് വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഭാഗത്ത് പൈലിംഗ് കഴിഞ്ഞു, മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന ഭാഗത്താണ് ടോൾ പ്ലാസയുടെ വർക്ക് തുടങ്ങിയിരിക്കുന്നത്. പില്ലറുകൾ ഉയർന്നു കഴിഞ്ഞു. അതുപോലെ ഇവിടെ കുറച്ച് ഭാഗത്ത് ടാറിംഗ് വർക്ക് നടന്നിട്ടുണ്ട്. ടോൾ പാസയുടെ ഭാഗത്ത് NH-66 കോൺക്രീറ്റ് റോഡ് വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ ഇനി എന്താ അങ്ങനെയെന്നറിയില്ല. ഒരുപക്ഷെ പഴയ DPR ആയതുകൊണ്ടാവാം. കോഴിക്കോട് ബൈപ്പാസ് കുറച്ച് പഴക്കമുള്ള DPR ആണ്, 2018 കാലത്തുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മലപ്പുറം വെട്ടിച്ചിറയിൽ കണ്ട ടോൾ പാസയെ പോലെ ഒരു ലൈനല്ല കേട്ടോ ഇവിടുത്തെ ടോൾ പാസ. ഇവിടെ മാമ്പയ ഭാഗത്തുള്ള ടോൾ പാസ തൊണ്ടയാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ നിന്ന് കുറച്ചും കൂടി മാറി അപ്പുറത്ത് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള ടോൾ ബൂത്തും സെറ്റാവുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, സൈഡ് വാളിന് വേണ്ടിയുള്ള പൈലിംഗ് കഴിഞ്ഞു, അതിന് സപ്പോർട്ട് കൊടുത്ത കാഴ്ചയാണ് കാണുന്നത്. ഭൂമി നല്ലോണം കുലുങ്ങിയാലും ഒന്നും സംഭവിക്കില്ല, അത്രയും പൈലിംഗ് നിരനിരയായി ചെയ്തിട്ടുണ്ട്. മാമ്പയ പാലം കഴിഞ്ഞ് മുന്നോട്ട് ലാൻഡ് മാർക്കിൻ്റെ ആ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ കൂടാത്തുംപാറ അണ്ടർപാസ് കഴിഞ്ഞ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞു. കൂടാത്തുംപാറ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് പൂർത്തിയായി. ഇവിടങ്ങളിൽ അപ്പുറത്ത് റോഡിൻ്റെ വർക്ക് നടക്കണം. അതുപോലെ സർവീസ് റോഡ് നിർമ്മിക്കേണ്ടതുണ്ട്. ആ ഒരു സൈഡിലെ വർക്കൊക്കെ കഴിഞ്ഞതാണ്. സർവീസ് റോഡിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സൈഡിലെ ടോൾ പാസ് ഇതാ ഇവിടെയാണ് ഉയരുന്നത്.
അറപ്പയ പാലത്തിലേക്ക് വന്നാൽ പാലത്തിൻ്റെ തെക്കേ സൈഡിലെ അപ്രോച്ച് റോഡ് വർക്ക് മണ്ണിട്ട് ഉയർത്തൽ വർക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. കോൺക്രീറ്റ് വാൾ കെട്ടിക്കഴിഞ്ഞതാണ്. പാലത്തിൻ്റെ മേലെ ടാറിങ്ങിന് മുന്നോടിയായി മാസ്റ്റിക് പാഡ് മുഴുവനായും വിരിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ടാറിംഗ് വർക്ക് പ്രതീക്ഷിക്കാം. ക്യാഷ് ബാരിയറുടെ വർക്ക് നടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഫിനിഷ് ആയാലേ ടാറിംഗ് വർക്ക് തുടങ്ങുകയുള്ളൂ. നിലവിൽ വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഏകദേശം മണ്ണിട്ട് ഉയർന്നു കഴിഞ്ഞു. അപ്രോച്ച് റോഡും പാലം കൂടി ജോയിൻ ചെയ്യിക്കുന്ന വർക്ക് ഫിനിഷ് ആവാനുണ്ട് ഇനി. ഇവിടെ മൂന്നാമത്തെ പാലത്തിൻ്റെ പൈലിംഗ് വർക്കുകൾ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടന്നിരുന്നത്. നല്ല അടിയൊഴുക്കുള്ള പുഴയാണ് അറപ്പുഴ. പൈലിംഗ് ദുഷ്കരമാണ്, സമയമെടുക്കും. എന്നാൽ 3 ജങ്കാറുകളിലായാണ് പുഴയിൽ വർക്ക് ഇപ്പോൾ പൈലിങ്ങിൻ്റെതായി നടക്കുന്നത്. അതുകൂടാതെ കരഭാഗത്ത് വേറെ പൈലിങ്ങും നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ തന്നെ 66 കാഴ്ചകളുമായി വീണ്ടും വരാം.